ശ്രീരാമായ നമോ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധവിജ്ഞാനോ കവീശ്വരകപീശ്വരോ. ഉത്തരകാണ്ഡം 13-ാം സർഗം. കുബേര സന്ദേശം. കഴിഞ്ഞ സർഗത്തിൽ ഇന്ദ്രജിത്ത് ഉണ്ടായി എന്നുവരെ പറഞ്ഞു. പിന്നീട് അപ്പോഴേക്കും കുട്ടികളുടെ വിവാഹമൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ടാണ് കുട്ടികളുണ്ടായ കഥയും പറഞ്ഞത്. അപ്പോഴേക്കും ബ്രഹ്മസൃഷ്ടമായ നിദ്ര കുംഭകർണനെ കുറേശ്ശെ ബാധിക്കാൻ തുടങ്ങി. കുംഭകർണന് മനസ്സിലായി ഇത് ബ്രഹ്മാവിൻ്റെ ആ വരപ്രഭാവമാണ്, തിരിഞ്ഞു വന്ന വരാണ് മനസ്സിലായി. വേഗം തന്നെ കുംഭകർണൻ രാവണൻ്റെ അടുത്ത് വന്ന്, ജ്യേഷ്ഠ, എനിക്കൊരു ആലയം പെട്ടെന്ന് ഒരുക്കൂ, ആ ബ്രഹ്മാവിൻ്റെ വരപ്രഭാവം എന്നെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ രാവണൻ ഗംഭീരമായ ശില്പികളൊക്കെ വരുത്തി 2 യോജന നീളത്തിൽ 1 യോജന വീതിയിൽ വലിയൊരു ആലയം ഉണ്ടാക്കി. സ്ഫടിക കനകമായ തൂണുകൾ, കിങ്കിണി ജാലകങ്ങൾ, വജ്രം കൊണ്ടുള്ള വേദി ഒക്കെ ഒരുക്കി അതിൽ കുംഭകർണനെ കിടത്തി ഉറക്കി. ഇനി കുംഭകർണൻ ഇതുവരെ ചെയ്തിരുന്ന ജോലി മുഴുവൻ ചെയ്യണ്ടേ? ദേവന്മാർ, ഋഷിമാർ, ഗന്ധർവന്മാർ ഇവരെയൊക്കെ ഇങ്ങനെ പോയി കൊല്ലുക, അതാണ് വരം കിട്ടാതെ പോലും കുംഭകർണൻ ചെയ്തിരുന്നത്. ഇപ്പം ആ ജോലി താൻ ഏറ്റെടുക്കുക എന്നുള്ള മട്ടില്ലേ. ഇവരെയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഉപദ്രവിച്ചില്ലെങ്കിൽ നമുക്ക് ക്ഷീണമാണെന്നുള്ളൊരു ധാരണയിൽ രാവണൻ പുറപ്പെട്ടു. ആരെന്നെ സഹായിക്കാൻ ആരുമില്ല. ഇളയ അനിയൻ വിഷ്ണുഭക്തിയൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഇതിനൊന്നും വരില്ല. പഠിപ്പൊക്കെ ഉണ്ട്, പക്ഷെ വീര്യമൊന്നുമില്ല. രണ്ടാമത്തെ ആൾക്ക് വീര്യമുണ്ട്, പക്ഷെ ഉറക്കാണ്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പുറപ്പെടാമെന്ന് പറഞ്ഞ് അങ്ങനെ പുറപ്പെട്ട് ദേവർഷികളെ, ഗന്ധർവന്മാരെ, യക്ഷന്മാരെ അവരൊക്കെ കുറേ പേര് ദ്രോഹിച്ചു, കൊന്നു. നന്ദനാദി പൂങ്കാവനങ്ങളൊക്കെ തകർത്തു. എന്നിട്ട് തിരിച്ച് ലങ്കയിലെത്തി. ഈ വിവരം പറഞ്ഞു ജ്യേഷ്ഠനായിരിക്കുന്ന കുബേരൻ. അദ്ദേഹം സൗഭ്രാത്രം കാട്ടാനായി. സൗഭ്രാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഭ്രാതാവിൻ്റെ ലക്ഷണം. നല്ലൊരു ഭ്രാതാവിൻ്റെ ആ സ്നേഹബന്ധം കാട്ടാനായി കണ്ട് ദൂതനെ പറഞ്ഞിരിക്കുകയാണ്. ദൂതൻ അങ്ങനെ ആദ്യം വിഭീഷണനെ ചെന്ന് കണ്ട് ആതിഥ്യമെല്ലാം സ്വീകരിച്ച കാര്യങ്ങളൊക്കെ പറയും. വിഭീഷണൻ അദ്ദേഹത്തിനെ കൂട്ടി സഭയിൽ ചെന്ന് രാവണനെ മുഖം കാണിപ്പിച്ചു. ദൂതൻ രാവണന്റെ മുമ്പിൽ വന്ന് ജയ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നു. പിന്നെയാണ് ആ കഥകളിയിലെ രാവണ വിജയത്തിലെ തുടക്കം അതാണ്. യാതുധാന ശിഖാമണേ എന്ന് പറഞ്ഞ് ദൂതന്റെ വാക്യമാണ്. അതുമാതിരി യാതുധാന ശിഖാമണയായ രാവണന് നമസ്കാരം പറഞ്ഞിട്ട്, എന്താ വന്നേ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങയുടെ ജ്യേഷ്ഠൻ പറഞ്ഞ പ്രകാരം വൃത്തത്തിനും കുലത്തിനും യോജിച്ച വാക്കുകൾ ഞാൻ ഇവിടെ ഉണർത്തിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു. എന്നിട്ട് കുബേരന്റെ സന്ദേശം പറയാണ്. അല്ലേ രാവണ, നീ ചില ഹീനകൃത്യങ്ങൾ ചെയ്തതായി കേട്ടു. അത്രയൊക്കെ മതി. നന്ദനം തകർത്തു, മാമുനിമാരെ അറുങ്കൊല ചെയ്തു, ദേവകൾ നിനക്കെതിരെ ഗൂഢാലോചന തുടങ്ങിയെന്ന് അറിഞ്ഞു. നീ പലതവണ എന്നെ വകവച്ചിട്ടേയില്ല. എങ്കിലും ഇളയവർ ചെയ്യുന്ന അപരാധം തിരുത്തേണ്ടത് മൂത്തവരാണല്ലോ. ഞാൻ ഹിമവത്സാനുക്കളിലെ രൗദ്രവ്രതത്തിലായിരുന്നു. ഒരിക്കൽ അവിടെ വെച്ച് ഒരു ദിവ്യ രൂപം കാണുകയുണ്ടായി. ഉമാമഹേശ്വരന്മാരെ ഞാൻ കണ്ടു. പരമേശ്വരനെ നോക്കിയ സമയത്ത് എൻ്റെ ഇടം കൈ അടുത്തതാരാന്ന് നോക്കി ശ്രീപാർവതിയുടെ മേലും പതിഞ്ഞു. ആരാണ് എങ്ങനെയാണെന്ന് അറിയാൻ ജിജ്ഞാസ കൊണ്ടാണ് ഞാൻ നോക്കിയത്, അല്ലാതെ മറിച്ച് ഒരു കാമബുദ്ധി കൊണ്ടല്ല നോക്കിയത്. പക്ഷെ ആ വരവർണിയുടെ ദിവ്യപ്രഭാവത്താൽ എൻ്റെ ഇടം കണ്ണ് കത്തി, ഇടം കണ്ണ് നശിച്ചു, ഇടം കണ്ണ് പൊട്ടി കത്തി പൊടി പുരണ്ട പോലെ പിങ്കള നിറമാർന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ കൈലാസത്തിൽ ഹിമവാന്റെ വേറൊരു ഭാഗത്ത് പോയി 800 വർഷം രൗദ്രവ്രതം എടുത്ത് തപസ് ചെയ്തു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴേക്കും സാക്ഷാൽ പരമേശ്വരൻ തന്നെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ സുഹൃത, ഇത്രയും വലിയ വ്രതത്തെ നിന്നിൽ ഞാൻ പ്രീതനായിരിക്കുന്നു. ഇതിനു മുമ്പ് ഈ വ്രതം ഞാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. രണ്ടാമത്തെ ആള് താങ്കൾ തന്നെ. ഇനി മൂന്നാമത്തെ ഒരാൾ ലോകത്തിലില്ല തന്നെ. അതിനാൽ താങ്കൾക്ക് ഞാൻ സഖിത്വം വരമായി നൽകുന്നു. ശ്രീപാർവതിയുടെ രൂപം നോക്കി അതുമൂലം പറ്റിയ ഇടം കണ്ണിൻ്റെ തവിട്ടു നിറം കാരണം അങ്ങേക്ക് ഏകാക്ഷി
ഏകാക്ഷ പിങ്കളി എന്ന പേരുണ്ടാവട്ടെ. ഏകാക്ഷം, ഒരു കണ്ണ് പിങ്കളമായി തീർന്നവൻ, ഏകാക്ഷ പിങ്കളി എന്നൊരു പേര് അങ്ങേക്ക് ഉണ്ടാവിക്കോട്ടെ. അതൊരു നല്ലതായിട്ട് ആവട്ടെ എന്ന് പരമേശ്വരൻ അങ്ങനെ അങ്ങോട്ട് ആക്കി. ഇങ്ങനെ പരമേശ്വരൻ്റെ സൗഹൃദം ലഭിച്ച് ഞാൻ മടങ്ങി വന്നപ്പോഴാണ് നിന്റെ ഈ തല്ലുകൊള്ളിത്തരങ്ങളൊക്കെ കേട്ടത്. കുലദൂഷണമായ ഇത്തരം പ്രവൃത്തികൾ മതിയാക്കൂ. ദേവന്മാർ നിനക്കെതിരെയുള്ള ഉപജാപങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇതങ്ങനെ കേട്ടപ്പോൾ രാവണന് കണ്ണ് ചുവന്ന് പുരുകം വളഞ്ഞ് കൈകൾ വരച്ചു തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, എനിക്കൊക്കെ മനസ്സിലായി, ഇതൊന്നും എനിക്ക് സ്വീകാര്യമല്ല. മഹേശ്വരൻ്റെ സൗഹൃദം എന്നൊക്കെ എല്ലാം പറഞ്ഞ് എന്നെ കാട്ടി പേടിപ്പിക്കാൻ വരണ്ട. ഇതെനിക്ക് ക്ഷമിക്കാത്തതല്ല. ഞാൻ കൊല്ലേണ്ടതാണ്, പക്ഷെ ജ്യേഷ്ഠനാവുകൊണ്ട് ഞാൻ ഇവിടെ കൊല്ലുന്നില്ല. പക്ഷെ ഇതാ ഞാൻ ഈ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇവരെയൊക്കെ എല്ലാ ലോകപാലന്മാരെയും ഇപ്പോൾ ഇതാ ജയിക്കാൻ പുറപ്പെടുകയാണ്. എല്ലാവരും കൊല്ലാനും ജയിക്കാനായിട്ട് പുറപ്പെടുകയാണ്. മൂത്തവനായതിനാൽ അങ്ങേ നേരിട്ട് കൊല്ലുന്നില്ല എന്ന് മാത്രം. ഞാൻ അതല്ല, ഞാൻ 3 ഉലകും ജയിക്കാൻ പുറപ്പെടുകയാണ്. ഇവിടെ ഒതുങ്ങിയിരിക്കാനല്ല പുറപ്പെടുന്നത്. എന്നെ ഇങ്ങനെ ശമം പഠിപ്പിക്കാൻ വരില്ലേ, അതിനുള്ള ഉത്തരം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ദേഷ്യത്തോടെ വാളുകൊണ്ട് ദൂതനെ വെട്ടിക്കൊന്നു. എന്നിട്ട് രാക്ഷസന്മാർക്ക് ഭക്ഷിക്കാനായി കൊടുത്തു. എന്നിട്ട് ഉടനെ തന്നെ ബലിയെല്ലാം നടത്തി ത്രൈലോക്യ വിജയത്തിനായിക്കൊണ്ട് തേരിലേറി ആദ്യം കുബേരനെ തന്നെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കുബേരന്റെ രാജധാനി ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഇത്രയാണ് ഈ സർഗത്തിലെ പ്രതിപാദ്യം. ആപദാം അപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം.